റഷ്യയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് യുഎസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഡോൺബാസ മേഖലയിൽ ആക്രമണം നടത്തുവാനുള്ള റഷ്യയുടെ ശ്രമം പരാജയപ്പെട്ടതായും അമേരിക്ക വ്യക്തമാക്കുന്നു. തന്ത്രപരവും പ്രധാനപ്പെട്ടതുമായ ഒരു പ്രദേശം പിടിച്ചെടുക്കുവാൻ റഷ്യയ്ക്ക് കഴിഞ്ഞില്ലെന്ന് ജോൺ കിർബി ചൂണ്ടിക്കാട്ടി. ഇതിനോടകം റഷ്യയുടെ 1,00,000 സൈനികർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അമേരിക്കയുടെ കണക്ക്. ഉക്രൈൻ യുദ്ധത്തിലെ ഇരകളായതിനാൽ അവരുടെ നഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിടുന്നില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി. റഷ്യ വേണ്ടത്ര പരിശീലനം നൽകാതെയാണ് സൈനികരെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞുവിടുന്നത്. പുടിന്റെ അടുത്ത അനുയായി ജയിലിൽ കഴിയുന്ന കുറ്റവാളികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് സേനയിലേക്ക് എടുക്കുന്നത്. യുദ്ധത്തിൽ 6 മാസം അതിജീവിക്കാൻ സാധിച്ചാൽ അവർക്ക് പൊതുമാപ്പ് നൽകി പുറത്തുവിടുമെന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നതെന്നും കിർബി പറഞ്ഞു. ബത്മുത് പ്രവിശ്യയിലാണ് നിലവിൽ ഉക്രൈൻ സേനയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം 3 ദിവസത്തിനുള്ളിൽ റഷ്യ രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണ് നടത്തിയത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യ അയച്ച മിസൈലുകളിൽ 15 എണ്ണവും സൈന്യം തകർത്തതായി ഉക്രൈൻ അറിയിച്ചു. റെയിൽവേ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ധന ഡിപ്പോകളും ലക്ഷ്യമിട്ടായിരുന്നു മിസൈൽ ആക്രമണം.